5 mistakes to avoid while learning German. Number 1. Translating directly from English. So, നിങ്ങൾ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇംഗ്ലീഷിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് അത് ഇംഗ്ലീഷിൽ നിന്നല്ല മലയാളത്തിൽ നിന്ന് ഏത് ഭാഷയിൽ നിന്നാണെങ്കിലും കുറേ മിസ്റ്റേക്സ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത് പോട എന്നൊക്കെയുള്ള അർത്ഥമാണ്. പക്ഷേ ഈ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ മലയാളത്തിൽ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയെന്നും ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്നൊക്കെയുള്ള അർത്ഥം കിട്ടിപ്പോയി എന്നൊക്കെയുള്ള രീതിക്കാവും വരുന്നത്. സോ അതാണ് നിങ്ങളോട് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ട്രാൻസ്ലേറ്റ് ചെയ്യരുത് എന്നുള്ളത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പോടാ പട്ടി എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതൊക്കെ ഗെറ്റ് ലോസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ആണ് വരുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഗോ ഡോഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വരിക. സോ ഫസ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ട ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ്, ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ നിങ്ങൾ ഒഴിവാക്കുക, അതായത് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദ്യം ഇതായിരിക്കും, ഞാൻ എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അവിടുത്തെ സെൻസിനെയാണ്. അവിടെ എന്താണോ ഓതർ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ആ ഒരു ഐഡിയ ആണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. മിസ്റ്റേക്ക് നമ്പർ 2, ഇഗ്നോറിംഗ് ദ ആർട്ടിക്കിൾസ്. നമുക്കറിയാം ജർമ്മനിൽ നമുക്ക് മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രം, പ്ലൂറൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. സോ ഈ ആർട്ടിക്കിൾസ് കുറേ പേര് ഇഗ്നോർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി അത് റൈറ്റിങ്ങിൽ വരുന്ന സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് നമ്മൾ എത്രത്തോളം ഇഗ്നോർ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഫർദർ ആയിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ അഫക്റ്റ് ചെയ്തു തുടങ്ങും. കാരണം അക്യൂസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവ് കേസസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആർട്ടിക്കിളിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാവാതെയാവും. A1 പഠിക്കുന്നവരോടോ അല്ലെങ്കിൽ ഇനി ജർമ്മൻ പഠിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ നിങ്ങൾ കറക്റ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്യൂസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവ് എന്നൊക്കെ പറയുന്ന കേസസ് വരുന്ന സമയത്ത് ആർട്ടിക്കിൾ ചേഞ്ചസ് പ്രോപ്പർലി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ആർട്ടിക്കിൾസ്. മിസ്റ്റേക്ക് നമ്പർ 3, അണ്ടർഎസ്റ്റിമേറ്റിംഗ് ദ വേർഡ് ഓർഡർ. സോ കുറേ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സെൻറ്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേർഡിൻ്റെ ഓർഡറിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളത്തിലൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ഞാൻ മാർക്കറ്റിൽ പോകുന്നു എന്ന് പറയുന്ന സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ആദ്യത്തെ പൊസിഷനിൽ വന്നത്. രണ്ടാമത് വന്നത് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു നൗണാണ് അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്ന് പറയുന്നത്. മൂന്നാമതാണ് നമ്മുടെ പോവുക എന്നുള്ള വെർബ് വന്നിട്ടുള്ളത്. ഇത് നേരെ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് സെയിം വേർഡ് ഓർഡർ അല്ല വരുന്നത്. നമുക്കൊരിക്കലും ഇൻ ദ മാർക്കറ്റ് ഗോ എന്നോ അല്ലെങ്കിൽ ഐ ടു ദ മാർക്കറ്റ് ഗോ എന്നൊന്നും നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. അവിടെ ഒരു വേർഡ് ഓർഡർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഐ ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. സിമിലർലി ജർമ്മനിൽ ഒരു വേർഡ് ഓർഡർ ഉണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ സബ്ജക്റ്റ്, സെക്കൻഡ് പൊസിഷനിൽ വെർബ്, പിന്നീടാണ് ബാക്കിയുള്ള കോമ്പണൻസ് വരുന്നത്. ഇതിൽ സബ്ജക്റ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് ആയിട്ട് വരാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, സെക്കൻഡ് പൊസിഷനിൽ വെർബ് വരിക എന്നുള്ളതാണ് ജർമ്മനിലെ അൾട്ടിമേറ്റ് റൂൾ ആയിട്ട് വരുന്നത്. മിസ്റ്റേക്ക് നമ്പർ 4, നോട്ട് പ്രാക്ടീസിങ് സ്പീക്കിംഗ് ഫ്രം ദ സ്ക്രാച്ച്. അതായത് കുറേ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നതൊക്കെ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം, ബാക്കിയുള്ളത് ഞാൻ ആദ്യം എൻ്റെ എഴുത്തൊന്ന് ശരിയാക്കട്ടെ അല്ലെങ്കിൽ റീഡിംഗ് ഒക്കെ ഒന്ന് ശരിയാക്കട്ടെ എന്നുള്ള ഒരു കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് മെയിനായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. സോ ഡേ 1 മുതൽ നിങ്ങൾ സ്പീക്കിംഗ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എങ്ങനെ ഇപ്പം ഞാൻ സ്പീക്കിംഗ് ചെയ്യുക ഡേ 1 മുതൽ? അവിടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് ഇതാണ്, മേക്ക് മിസ്റ്റേക്സ്. നിങ്ങൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് എന്തും ആയിക്കോട്ടെ, അത് എന്ത് മണ്ടത്തരാവട്ടെ, നിങ്ങൾ പറയുന്നത് ജർമ്മൻ ആയാൽ മതി, ജർമ്മനിലെ വാക്കുകളായാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 5, റിലൈങ് ഓൺ ആപ്സ്. ഇപ്പോൾ നമുക്കറിയാം ജർമ്മൻ പഠിക്കാനായിട്ട് പല ആപ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈവൻ AI ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. AI ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ലാംഗ്വേജ് ലേണിങ്ങിൽ നിങ്ങളൊരു പാർട്ടായിട്ടാണ് ഈ ആപ്സിന് കൊണ്ടുപോകേണ്ടത്. ബട്ട് ഒരിക്കലും ഇതിനെ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ലാംഗ്വേജ് പഠിക്കരുത്. കുറേ ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുന്നത് എനിക്ക് AI ഉണ്ടല്ലോ അല്ലെങ്കിൽ ആപ്സ് ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് കംപ്ലീറ്റ്ലി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ബട്ട് ഇങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളുടെ ലാംഗ്വേജ് ലേണിംഗ് കംപ്ലീറ്റ് ആവില്ല, പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിടും. ബിക്കോസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് എന്താ തിയററ്റിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ജസ്റ്റ് ആ വേർഡ് ഓർഡർ, പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഇത് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, ഇത് നിങ്ങളുടെ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഒരു പാർട്ടായിരിക്കണം യൂസിങ് ആപ്സ് അല്ലെങ്കിൽ AI എന്ന് പറയുന്നത്. ഈ 5 മിസ്റ്റേക്സ് ഒരിക്കലും നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് വരാതെ നോക്കണം. കാരണം ഈ ഒരു മിസ്റ്റേക്സ് കാരണം നിങ്ങളുടെ ലാംഗ്വേജിൽ പല എഫക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സുകൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാതെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിങ്ങും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.